സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിലാണ്. മീററ്റ്. അടുത്ത ചോദ്യം, മേൽക്കുര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ കേരളത്തിലെ ആദ്യ സംസ്ഥാനം. മേൽക്കുര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. ഓപ്ഷൻ സി, തമിഴ്നാട്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സമരം, നിസ്സഹരണ സമരം, ഉപ്പു സത്യാഗ്രഹം. ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏതാണ്? ചമ്പാരൻ സമരമാണ്. ചമ്പാരൻ സമരം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് ആരെല്ലാമായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് ആരെല്ലാമായിരുന്നു? CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരാണ്. CR ദാസ്, മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് ആരെല്ലാമായിരുന്നു? CR ദാസ്, മോത്തിലാൽ നെഹ്റു. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിലാണ് പെടുന്നത്? തീവ്ര ദേശീയതയുടെ കാലഘട്ടമാണ്. തീവ്ര ദേശീയതയുടെ കാലഘട്ടം. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി ആണ്. ദാദാഭായ് നവറോജി. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ജുനഗഡ്, പഞ്ചാബ്, ഹൈദരാബാദ്, കാശ്മീർ എന്നിവയാണ്. ഇതിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് പഞ്ചാബാണ്. ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ എന്നിവയെല്ലാം ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാനായിട്ട് വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ്. അടുത്തത്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഫസൽ അലിയാണ്. ഫസൽ അലി. ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത് ഇവയിൽ ഏത് രാജ്യങ്ങളായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത് ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു? ഇംഗ്ലണ്ടും ഫ്രാൻസുമായിരുന്നു. ഇംഗ്ലണ്ടും ഫ്രാൻസും. ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ പങ്കാളികളായത് ഏതു രാജ്യങ്ങളായിരുന്നു? ഇംഗ്ലണ്ടും ഫ്രാൻസും. ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ താഴെ കൊടുത്തവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബോറ ഗുഹകൾ എവിടെയുള്ളതാണ്? ആന്ധ്രാപ്രദേശിലെയാണ്. ആന്ധ്രാപ്രദേശിലെ ബോറ ഗുഹകൾ താഴെ കൊടുത്തവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചുണ്ണാമ്പുകല്ലാണ്. ചുണ്ണാമ്പുകല്ല്. ഓപ്ഷൻ സി, ചുണ്ണാമ്പുകല്ല്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഏതു ഭാഷ സംസാരിക്കുന്നവർക്കായിട്ടാണ്? തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട്. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്?
പോട്ടി ശ്രീരാമലു ആണ്. പോട്ടി ശ്രീരാമലു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയുടെ വികസനമാണ്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കാം. 1ഉം 3ഉം സമ്മേളനത്തിൽ പങ്കെടുത്തു. 1ഉം 2ഉം സമ്മേളനത്തിൽ പങ്കെടുത്തു. 2ാമത്തെ സമ്മേളനത്തിൽ മാത്രം പങ്കെടുത്തു. എല്ലാ സമ്മേളനങ്ങളിലും പങ്കെടുത്തു. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ാമത്തെ സമ്മേളനത്തിൽ മാത്രം പങ്കെടുത്തു എന്നതാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എത്രാമത്തേതായിരുന്നു? 2ാമത്തെ സമ്മേളനമായിരുന്നു. 2ാമത്തെ സമ്മേളനം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശമാണ്. അപ്പോൾ ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? അംബേദ്കർ ആണ്. അടുത്ത ചോദ്യം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലിക അവകാശത്തിന്റെ ഭാഗമാണ്? ഇവിടെ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കണം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ളവർക്കാണ്. ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിമിന്നലോട് കൂടിയ മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുവാറുള്ള ഇടിമിന്നലോട് കൂടിയ മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കാൽബൈസാഖി. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്? ഭാഗം 4A ആണ്. ഭാഗം 4A പ്രതിപാദിക്കുന്നത് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 മൗലിക അവകാശങ്ങളാണ്. 6. മൗലിക കടമകൾ 11. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം? കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964 1964 കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിജിയുടെ ആശയം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, യൂണിഫോം സിവിൽ കോഡ്, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഓപ്ഷൻ ബി ആണ്. യൂണിഫോം സിവിൽ കോഡ് എന്നതാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏവ? ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ്. ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ് ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. താഴെ കൊടുത്തിട്ടുള്ള ഏത് ഏജൻസിയുടെ പുതിയ രൂപമാണ് നീതി ആയോഗ് സംവിധാനം? നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷന്റെയാണ്. പ്ലാനിംഗ് കമ്മീഷൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന മലനിര? മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം മലനിരയിലാണ്. കാറക്കോറം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്നത്
താർ മരുഭൂമിയിലാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന താപവൈദ്യുതി നിലയം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? താപവൈദ്യുതി നിലയം കായംകുളത്ത് സ്ഥിതി ചെയ്യുന്നത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3 മാത്രമാണ്. താപവൈദ്യുത നിലയം. ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24 ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏതാണ്? കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രമാണ്. ദേശീയ ജലപാത 3. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഓപ്ഷൻ ഡി 3 മാത്രമാണ്. ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഏത് പ്രദേശത്തെയായിരുന്നു? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ബംഗാൾ. കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ്? കുടുംബശ്രീ യൂണിറ്റുകൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനം. കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. പീച്ചി. കേരളത്തിലെ മഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏത്? കേരളത്തിലെ മഗ്ന കാർട്ട ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതെന്ന് കമന്റ് ചെയ്യുക. താഴെ പറയുന്നവയിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സമരം ഏതായിരുന്നു? ചാന്നാർ ലഹള. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഓപ്ഷൻ എ ആണ് ഇടുക്കി. 1 മാത്രം. ഇടുക്കി. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 4 മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം 16ാമത്തേത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 4 മാത്രം. മലബാർ വന്യജീവി സങ്കേതം 16ാമത്തെ വന്യമൃഗ സങ്കേതം മലബാർ വന്യജീവി സങ്കേതമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റിബോഡി ഉൽപാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏത്? ആന്റിബോഡി ലിംഫോസൈറ്റ് ആണ്. 2023 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? 2023 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ശ്രീകുമാരൻ തമ്പി. ചേരിചേര പ്രസ്ഥാനത്തിന്റെ 1ാം ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ചേരിചേര പ്രസ്ഥാനത്തിന്റെ 1ാമത്തെ ഉച്ചകോടി നടന്നത് ബെൽഗ്രേഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്? ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ്? ഓപ്ഷൻ സി ആണ്. സൈനോകൊബാലമിൻ.
2026 ഏഷ്യൻ കായികമേളയ്ക്ക് ആതിഥ്യമേകുന്ന രാജ്യം ഏതാണ്? 2026 ഏഷ്യൻ കായികമേളയ്ക്ക് ആതിഥ്യമേകുന്നത് ജപ്പാനാണ്. ജപ്പാൻ. മനുഷ്യ ശരീരത്തിൽ ഏത് അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്നാണ് എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നത്? എപ്പിനെഫ്രിൻ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നുമാണ്. അഡ്രിനൽ ഗ്രന്ഥി. ജീവകം എയിൽ നിന്നും രൂപപ്പെടുന്നതും കണ്ണിന്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥം. ജീവകം എയിൽ നിന്ന് രൂപപ്പെടുന്നതും കണ്ണിന്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥമാണ് റെറ്റിനാൽ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, റെറ്റിനാൽ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഏത് മേഖലയുടെ ഉദ്ധാരണത്തിനായി ആരംഭിച്ച ക്യാമ്പയിനാണ് ഹുനാർ ഹട്ട്? ഹുനാർ ഹട്ട് കരകൗശല മേഖലയാണ്. കരകൗശല മേഖലയുടെ ഉദ്ധാരണത്തിനായി ആരംഭിച്ച ക്യാമ്പയിനാണ് ഹുനാർ ഹട്ട്. വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? വിലക്കുക. പ്രോഹിബിഷൻ ആണ്. വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ട് പ്രോഹിബിഷൻ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത പഞ്ചായത്ത് കുളത്തുപുഴയാണ്. കുളത്തുപുഴ. 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്